നമസ്കാരം. ഉപ്പും മുളകും എന്ന പരമ്പരയെക്കുറിച്ചുള്ള എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് രച്ചുവിൻ്റെ അറബി പെൺകുട്ടികളെക്കുറിച്ചുള്ള ചോദ്യവും സിദ്ധുവിൻ്റെ സംശയവും അതുപോലുള്ള രച്ചുവിൻ്റെ ഒരു നല്ല കരച്ചിലും എനിക്ക് വളരെ ഇഷ്ടമായി. അതിൻ്റെ കുറച്ച് ശകലം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കൂടെ ശ്രമിക്കുകയാണ്. എനിക്ക് നല്ല പ്രതികരണമാണ് എൻ്റെ വീഡിയോസിന്, ഉപ്പുമുളകിനെ കുറിച്ചുള്ള വീഡിയോസിന് കിട്ടുന്നത്. കാണുന്നവർക്ക് എല്ലാം പ്രത്യേക നന്ദിയുണ്ട്. ഈ അറബി പെൺപിള്ളേരെ കാണാനേ ഭയങ്കര സൗന്ദര്യമാണല്ലേ. സത്യം വീഡിയോ ഈ അറബി പിള്ളേരെ കാണാൻ എന്തും അംഗീകാരം കിട്ടുമെന്നും തന്നെയാണ് നീണ്ട കണ്ണ്, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. എൻ്റെ ചാനൽ വരെയും സബ്സ്ക്രൈബ് ചെയ്യണം, ആര് കണ്ടാലും സപ്പോർട്ട് ചെയ്യണം. ഒന്ന് നോക്കി നിന്നു. ആ കരച്ചിൽ വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ? ഓ, ഞാൻ വേറൊരു സംശയം ചോദിക്കട്ടെ. എന്നെ കാണാൻ സൗന്ദര്യമൊന്നുമില്ല. അറബി പെൺപിള്ളേരെ വെച്ച് നോക്കിയാ നീ അത്രയ്ക്ക് പോരാ. കരയല്ലേ ലച്ചു? എന്റെ കുഞ്ഞു കൊള്ളാം, എന്റെ കുഞ്ഞു സുന്ദരിയല്ലേ? പെട്ടെന്നുള്ള കേശുവിൻ്റെ വരവ് കാരണം അപ്പോൾ ആ കരച്ചിൽ അങ്ങ് നിർത്തി. എന്താ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്തായാലും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ആ കരച്ചിൽ. നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് കേട്ട് നോക്കിയാലോ? ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ അറബി പെൺപിള്ളേരെ കാണാനേ ഭയങ്കര സൗന്ദര്യമാണല്ലേ. സത്യം പറയട്ടെ ലച്ചു, ഈ അറബി പിള്ളേരെ കാണാൻ എന്തും ഭംഗിയാണെന്നറിയാമോ? നല്ല നീണ്ട കണ്ണ്, നല്ല ഭംഗിയുള്ള മൂക്ക്, ആപ്പിള് പോലെ തൊടുത്ത കവള്. ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്നു. ഓ, ഞാൻ വേറൊരു സംശയം ചോദിക്കട്ടെ. എന്നെ കാണാൻ സൗന്ദര്യമൊന്നുമില്ല. അറബി പെൺപിള്ളേരെ വെച്ച് നോക്കിയാ നീ അത്രയ്ക്ക് പോരാ. കരയല്ലേ ലച്ചു? എന്റെ കുഞ്ഞു കൊള്ളാം, എന്റെ കുഞ്ഞു സുന്ദരിയല്ലേ? എങ്ങനെയുണ്ട് ലച്ചുവിൻ്റെ ഈ ഷോ? നല്ല കരച്ചിലല്ലേ? എനിക്കെന്തായാലും നന്നായിട്ട് ഇഷ്ടമായി. അറബി പെൺകുട്ടികളെ സൗന്ദര്യത്തിനെക്കുറിച്ചുള്ള ചർച്ചയും അത് കഴിഞ്ഞുള്ള ഒരു കരച്ചിലും ഒക്കെ ഏറെ ഇഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടമാവുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കായി പോസ്റ്റ് ചെയ്യുകയാണ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. സിദ്ധു ഇല്ലെങ്കിലും ഈ പരമ്പര നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എൻ്റെ ഈ വിശ്വാസം ഇപ്പോൾ.